ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചാണ് ഈ സാൻഡ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ട ഇനി നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട രണ്ടും നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പം മുട്ട അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. കാരണം നമ്മളിത് ബ്രെഡിൻ്റെ ഇടയ്ക്ക് നല്ല സ്പ്രെഡ് പോലെ തേക്കണം. അപ്പോൾ ഒത്തിരി വലിയ പീസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ചെറിയ പീസാക്കുക. അപ്പം 1-2 എണ്ണം വലിയ പീസ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട അത്യാവശ്യം ചെറുതാക്കാൻ പറ്റുന്ന അത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം മുട്ട 2 അരിഞ്ഞത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളറുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്തു. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ ചേർത്തു. അപ്പോൾ മയണൈസും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇപ്പോൾ മയണൈസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പെപ്പറിൻ്റെ പൊടി, അതായത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ മയണൈസിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ സാൻഡ്വിച്ചിൻ്റെ അകത്ത് വെക്കാനുള്ള സ്പ്രെഡ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എഗ്ഗ് സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. അതായത് എഗ്ഗ് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന ഫില്ലിംഗ് ആണ്. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് ഒരു ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് ബ്രെഡ് സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ, അതായത് വീറ്റ് ബ്രെഡും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് സ്പ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ച് എല്ലായിടവും നന്നായിട്ട് എല്ലായിടവും ആവുന്ന പോലെ ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. അപ്പം ഈവനായിട്ട് എല്ലായിടവും ഒന്നായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ചീസ് സ്ലൈസ് വെച്ചിട്ട് ഇനി വേറൊരു ബ്രെഡ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായ പാനിലേക്ക് ബട്ടർ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബട്ടറെല്ലാം എല്ലായിടവും ഒന്ന് പാനിലെല്ലാം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഗ്രിൽഡ് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ആ പാനിൻ്റെ ഒരു ഷേപ്പൊക്കെ നമുക്ക് ആ ബ്രെഡിലേക്ക് വരും. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതുപോലത്തെ സാധാരണ പാനായാലും മതി. ഇനി ഇത് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡൊന്ന് ടോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചൂട് കൊണ്ട് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ടോസ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ബ്രെഡ് വളരെ പെട്ടെന്ന് തന്നെ ടോസ്റ്റ് ചെയ്ത് കിട്ടും. 2 സൈഡും ഒത്തിരി നേരമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ എഗ്ഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്